സാക്ഷര കേരളത്തിൽ 3500 രൂപയ്ക്ക് ബാലവിവാഹം. സംഭവം പെരുമ്പാവൂർ നൂറുൽ ഹുദ മസ്ജിദിൽ. വധുവിന്റെ പ്രായം 16 എന്നറിഞ്ഞിട്ടും വിവാഹം നടത്തി പള്ളി ഇമാം. നിക്കാഹിനു ശേഷം പ്രായം തിരുത്തിയ വിവാഹ സർട്ടിഫിക്കറ്റും. മസ്ജിദിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് CPIM ലോക്കൽ കമ്മിറ്റി അംഗം. നിയമം ലംഘിച്ചുള്ള ബാലവിവാഹം ന്യൂസ് മലയാളം ക്യാമറയിൽ. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. നേതാക്കന്മാരുടെ ശകാര ഭാഷ ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്. താഴെ തട്ടിലുള്ളവരെ കേൾക്കാൻ നേതാക്കൾ തയ്യാറാകാത്തത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് ബാക്കി പദ്ധതികൾക്ക് പണം മുടക്കിയാൽ മതിയെന്ന് ഇടത് സർക്കാർ തീരുമാനിക്കണമെന്നും തോമസ് ഐസക് ന്യൂസ് മലയാളം ക്രോസ് ഫയറിൽ. പത്തനംതിട്ടയിലെ തോൽവി നേരത്തെ മനസ്സിലാക്കിയിരുന്നതായി തോമസ് ഐസക് ന്യൂസ് മലയാളം ക്രോസ് ഫയറിൽ. ജയസാധ്യത മനസ്സിലാക്കാൻ സ്വന്തം നിലയ്ക്ക് അഭിപ്രായ സർവേ നടത്തിയെന്ന് തോമസ് ഐസക്. പാർട്ടി കണക്ക് തെറ്റായിരുന്നെന്നും തുറന്നു പറഞ്ഞു. ISRO ചാരക്കേസ് ഗൂഢാലോചനയെന്ന് CBIയുടെ കുറ്റപത്രം. കേസ് CI വിജയൻ കെട്ടിച്ചമച്ചത്. ഹോട്ടലിൽ വെച്ച് വിജയൻ മറിയം റഷീദയെ കടന്നുപിടിച്ചപ്പോൾ തടഞ്ഞതാണ് വിരോധമെന്നും കുറ്റപത്രത്തിൽ. നമ്പിനാരായണനെ അറസ്റ്റ് ചെയ്തത് തെളിവില്ലാതെയെന്നും CBI കുറ്റപത്രത്തിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥരും IB ഉദ്യോഗസ്ഥരുമടക്കം 5 പേർ പ്രതികൾ. സത്യം പുറത്തുവരുമെന്ന് അറിയാമായിരുന്നുവെന്ന് നമ്പിനാരായണൻ. കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടിയാലും ഇല്ലെങ്കിലും തനിക്ക് പ്രശ്നമില്ല. വ്യക്തിപരമായി കേസിൽ താൽപര്യം നഷ്ടപ്പെട്ടു. വേണമെങ്കിൽ സാക്ഷിയാകാം. സുപ്രീം കോടതി കുറ്റവിമുക്തനാക്കിയതോടെ തന്റെ ജോലി കഴിഞ്ഞെന്നും നമ്പിനാരായണൻ. ക്ഷേമ പെൻഷനുകൾ കാലാനുസൃതമായി വർദ്ധിപ്പിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം കിഫ്ബിയിലൂടെ നടത്തി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുക ഇനിയും വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി. കേന്ദ്രം സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി വെട്ടിച്ചുരുക്കി. കിട്ടേണ്ട നികുതി വിഹിതം കേന്ദ്രം കുറയ്ക്കുന്നുവെന്നും കുറ്റപ്പെടുത്തൽ. PSC കോഴ വിവാദത്തിൽ CPIM സംസ്ഥാന സമിതിക്ക് പരാതി ലഭിച്ചിട്ടില്ലെന്ന് MV ഗോവിന്ദൻ. പേര് വയ്ക്കാതെ ഒരു വെള്ളപ്പേപ്പറിൽ പരാതി തന്നാലും അന്വേഷിക്കും. SNDP യോഗത്തിനെതിരെയും വിമർശനം. ഹിന്ദു വർഗീയതയിലേക്ക് SNDP കൊഴിഞ്ഞുപോകുന്നു. പാർട്ടിയിൽ സന്ദർഭമനുസരിച്ച് ശുദ്ധികലശം നടത്തണമെന്നും MV ഗോവിന്ദൻ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ നിയമസഭയിൽ. ലാഘവത്തോടെയാണ് സർക്കാർ വിഷയത്തെ കാണുന്നതെന്ന് KK രമ. ഇരയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന സർക്കാർ വേട്ടക്കാർക്കൊപ്പം കിതയ്ക്കുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും രൂക്ഷ വിമർശനം. സർക്കാരിന് ഒരു നിലപാടേ ഉള്ളൂവെന്നും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും വീണ ജോർജിന്റെ മറുപടി. പട്ടാപകൽ ആക്രമണം നേരിട്ട അരൂരിലെ പെൺകുട്ടി പരാതി കൊടുത്തിട്ടും ഒരു അന്വേഷണവും നടക്കുന്നില്ലെന്ന് VD സതീശൻ. 19 വയസ്സുകാരി പരാതി നൽകിയിട്ട് അന്വേഷിക്കാത്ത പോലീസ് സ്റ്റേഷൻ അടച്ചുപൂട്ടണം. 48 മണിക്കൂർ ഒരു നടപടിയും ഉണ്ടായില്ല. പ്രധാന പ്രതിയെ അറസ്റ്റ് ചെയ്തില്ലെന്നും അത് CPM പ്രവർത്തകനാണെന്നും ആരോപിച്ച പ്രതിപക്ഷ നേതാവ്. വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് നിയമപരമായി മുൻ ഭർത്താവിൽ നിന്ന് ജീവനാംശം നേടാമെന്ന് സുപ്രീം കോടതി. മതേതര നിയമത്തിന് മുകളിൽ മറ്റു നിയമങ്ങൾ നിലനിൽക്കില്ലെന്നും സുപ്രീം കോടതി. ഉത്തരവ് ജസ്റ്റിസുമാരായ BV നാഗരത്ന, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസിഹ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേത്. സുപ്രീം കോടതിയുടെ സുപ്രധാന ഉത്തരവ് ജീവനാംശം നൽകുന്നതിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടർന്ന കുട്ടിയുടെ സാമ്പിൾ വീണ്ടും പരിശോധനയ്ക്ക് അയക്കും. പുതിയ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായാൽ രോഗാവസ്ഥ തരണം ചെയ്തതായി കണക്കാക്കാമെന്ന് ആശുപത്രി അധികൃതർ. കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. ചികിത്സയിൽ തുടരുന്നത് തിക്കോടി സ്വദേശിയായ 14-കാരൻ. തൃശൂരിലും അമീബിക് മസ്തിഷ്ക ജ്വരം. പാടൂർ സ്വദേശിയായ 7ാം ക്ലാസ്സുകാരന് രോഗം സ്ഥിരീകരിച്ചു. കുട്ടിക്ക് പിടിപെട്ടത് തീവ്രത കുറഞ്ഞ വകഭേദം. കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന് തൃശൂർ DMO. രോഗം ബാധിച്ചത് എവിടെ നിന്നാണെന്ന് വ്യക്തമല്ല.
പകർച്ചവ്യാധികൾ പതിവായി റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കേന്ദ്ര സർക്കാർ വിളിച്ച യോഗത്തിൽ തീരുമാനം. ഡെങ്കിപ്പനി പ്രതിരോധം ശക്തമാക്കാൻ സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനും പ്രതിരോധത്തിന് പ്രത്യേക പരിശീലനം ലഭിച്ചവരെ സജ്ജമാക്കാനും യോഗത്തിൽ തീരുമാനം. ഇതിനായി മുഴുവൻ സമയ സെൻട്രൽ ഹെൽപ്പ് ലൈൻ നമ്പർ തയ്യാറാക്കും. TV, റേഡിയോ, സോഷ്യൽ മീഡിയ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ രാജ്യവ്യാപക ബോധവൽക്കരണ ക്യാമ്പയിനുകളും സംഘടിപ്പിക്കും. അട്ടപ്പാടിയിൽ വീണ്ടും നവജാത ശിശുമരണം. ഷോളയൂർ വെള്ളകുളം ഊരിലെ മണികണ്ഠൻ ദീപ ദമ്പതികളുടെ പെൺകുഞ്ഞാണ് ഇന്ന് രാവിലെ 11 മണിയോടെ മരിച്ചത്. ഇന്നലെ രാവിലെ തൃശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു പ്രസവം. വിഴിഞ്ഞം ട്രയൽ റൺ ഉദ്ഘാടനത്തിന് ഇനി 2 ദിവസം മാത്രം. കപ്പൽ ഇന്ന് രാത്രിയോടെ നങ്കൂരമിടും. നാളെ രാവിലെ ബർത്തിങ്. 2000 കണ്ടെയ്നറുകളുമായി എത്തുന്നത് ചാർട്ടേഡ് മദർഷിപ്പായ സാൻ ഫെർണാൻഡോ. ഒരു വിഭാഗം മത്സ്യത്തൊഴിലാളികളെ അവഗണിച്ചെന്ന് കാണിച്ച് നാളെ കരിദിനം പ്രഖ്യാപിച്ച് ജമാഅത്ത് കമ്മിറ്റി. വിഴിഞ്ഞം പദ്ധതിയുടെ അവകാശത്തിൽ LDF-ഉം UDF-ഉം വീണ്ടും നേർക്കുനേർ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് തുറമുഖ പദ്ധതി ആരംഭിച്ചതെന്ന് M. വിൻസെന്റ് MLA നിയമസഭയിൽ. നായനാർ സർക്കാരാണ് പദ്ധതിക്കായി ആദ്യ കമ്മിറ്റിയെ നിയോഗിച്ചതെന്ന് മന്ത്രി VN വാസവൻ. AK ആന്റണി സർക്കാർ ടെൻഡർ കൊടുത്തില്ലെന്നും VS അച്യുതാനന്ദൻ സർക്കാരാണ് അതിന് മുൻകൈ എടുത്തതെന്നും മന്ത്രി. പദ്ധതി നടപ്പാക്കി പൂർത്തീകരിക്കുമെന്നത് ഇടത് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് മന്ത്രി സജി ചെറിയാൻ. വയനാടിന്റെ 35ാമത് ജില്ലാ കളക്ടറായി DR മേഘശ്രീ ചുമതലയേറ്റു. ഭരണ സംവിധാനം കൂടുതൽ ജനസൗഹൃദമാക്കുമെന്നും വയനാട് ജില്ലാ കളക്ടറായി പ്രവർത്തിക്കാൻ കിട്ടിയ അവസരം മികച്ചതാണെന്നും കളക്ടർ. പട്ടികവർഗ വികസന വകുപ്പ്, കൃഷി, വിദ്യാഭ്യാസം, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് ഉദ്യോഗസ്ഥരുടെയും വയനാടൻ ജനതയുടെയും സഹകരണം ഉണ്ടാവണമെന്നും കളക്ടർ. 2017 IAS ബാച്ച് ഉദ്യോഗസ്ഥയായ DR മേഘശ്രീ കർണാടക ചിത്രദുർഗ സ്വദേശിനി. PSC കോഴ വിവാദത്തിൽ പ്രദീപ് കോട്ടൂളിക്കെതിരെ CPIM അന്വേഷണം നടത്തിയേക്കും. കോഴിക്കോട് ജില്ലാ നേതൃത്വത്തോട് CPIM വിശദീകരണം തേടി. പരാതി ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടായെന്ന് സംസ്ഥാന നേതൃത്വം. ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നതും ആരോപണം ഏത് കോഡിൽ നിന്ന് ഉയർന്നു എന്നതും പരിശോധിച്ച് പാർട്ടി. മന്ത്രി തന്നെ പരാതി നൽകിയിട്ടും ജില്ലാ നേതൃത്വം ഗൗരവമായി കണ്ടില്ലെന്നും വിമർശനം. PSC നിയമന കോഴയിൽ എന്തുകൊണ്ട് സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിടുന്നില്ലെന്ന് K. സുരേന്ദ്രൻ. അന്വേഷണം നടന്നാൽ അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തും. ഓരോ പരീക്ഷയിലും നിശ്ചിത ശതമാനം ആളുകളെ പണം വാങ്ങി തിരികെ കയറ്റുന്നു. ഇതിനു മുൻപുള്ള PSC അംഗങ്ങളുടെ നിയമനവും പരിശോധിക്കണമെന്നും K. സുരേന്ദ്രൻ. നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജി ഹൈക്കോടതി വിശദവാദത്തിനായി ഓഗസ്റ്റ് 8 മാറ്റി. മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട ആരോപണം അന്വേഷിച്ച പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയുടെ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും കോടതിയുടെ പരിഗണനയിലുള്ളത് കോടതി മേൽനോട്ടത്തിൽ പോലീസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാവശ്യപ്പെട്ട് ഇരയായ നടി നൽകിയ ഹർജി. മഞ്ഞമ്മൽ ബോയ്സ് നിർമ്മാതാക്കളുടെ അറസ്റ്റ് തടഞ്ഞ ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി നീട്ടി. നിർമ്മാതാക്കളായ നടൻ സൗബിൻ ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരുടെ അറസ്റ്റാണ് ഹർജി തീർപ്പാകും വരെ നീട്ടിയത്. ജസ്റ്റിസ് CS ഡയസ് നീട്ടിയത് അറസ്റ്റ് ചെയ്യരുതെന്ന ഉത്തരവ്. നടൻ സൗബിൻ ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഉത്തരവ്. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസ് അറസ്റ്റിലായ KD പ്രതാപനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ED കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകി. നിക്ഷേപകരിൽ നിന്ന് പിരിച്ചെടുത്ത പണം കള്ളപ്പണ ഇടപാടിലൂടെ വിദേശത്തേക്ക് കടത്തി. ഇത് കണ്ടെത്താൻ കസ്റ്റഡിയിൽ വേണമെന്നാണ് EDയുടെ ആവശ്യം.
കൊലക്കേസിൽ 13 വർഷമായി ജയിലിൽ കഴിയുന്ന 2 പ്രതികളെ ഉടൻ മോചിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അറസ്റ്റിലാകുമ്പോൾ പ്രതികൾക്ക് പ്രായപൂർത്തിയായിരുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി. നിർദ്ദേശം 2011-ൽ ഇടുക്കി ദേവികുളത്ത് പളനിസ്വാമിയെ കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരായ CI-മാർക്കെതിരെ നടപടിയെടുക്കാനും ഉത്തരവ്. KSU നിയമസഭാ മാർച്ചിലെ സംഘർഷത്തിൽ കേസെടുത്ത പോലീസ്. സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിനും ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിനുമെതിരെയാണ് കേസ്. കണ്ടാലറിയുന്ന 200ഓളം KSU പ്രവർത്തകർക്കെതിരെയും കേസ്. ഇവർക്കെതിരെ ചുമത്തിയത് പൊതുമുതൽ നശിപ്പിക്കൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ. വിശേഷ ദിനങ്ങളിൽ പോലീസിന് അവധി നൽകാനുള്ള തീരുമാനവുമായി കൊച്ചി സിറ്റി പോലീസ്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രിയപ്പെട്ടവരുടെ ജന്മദിനങ്ങളിലും വിവാഹ വാർഷികങ്ങളിലും സമയം ചെലവഴിക്കാം. നടപടി അമിത ജോലിഭാരം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പോലീസുകാർക്കിടയിൽ മാനസിക പിരിമുറുക്കം വർദ്ധിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ മാതൃകാപരമായ നീക്കം നടത്തി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ S. ശ്യാം സുന്ദർ. മലപ്പുറം വേങ്ങരയിൽ നവവധുവിന് ഭർതൃവീട്ടിൽ ഭർത്താവിന്റെ ക്രൂര പീഡനമെന്ന് പരാതി. വിവാഹം കഴിഞ്ഞ 6ാം ദിവസം മുതൽ തന്നെ മൊബൈൽ ചാർജർ ഉപയോഗിച്ചും കൈകൊണ്ടും ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദന വിവരം പുറത്തു പറഞ്ഞാൽ സ്വകാര്യ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി മർദ്ദനം തുടർന്നെന്നും പരാതി. ശരീരമാസകലം മുറിവുകൾ ഉണ്ടായതായും മലപ്പുറം വനിതാ സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നു. മലപ്പുറം എടക്കരയിൽ ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ച കേസിൽ പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ്. കാട്ടിച്ചിറ സ്വദേശികളായ ഷഫീഖ്, നിഷാദ്, ജുനൈസ് എന്നിവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി പോലീസ്. ക്രൂരമർദ്ദനമേറ്റത് വഴിക്കടവ് മാമാങ്കര സ്വദേശി ജിബിന്. യുവാവ് ലഹരി ഉപയോഗിച്ച് വന്നയാളെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. കോഴിക്കോട് മടപ്പള്ളിയിൽ സീബ്ര ലൈൻ മുറിച്ചു കടക്കുകയായിരുന്ന വിദ്യാർത്ഥികളെ ബസ്സിടിച്ചതിൽ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. ചോമ്പാല പോലീസ് അറസ്റ്റ് ചെയ്തത് കൊയിലാണ്ടി സ്വദേശി മുഹമ്മദ് ഫുറൈസ് ഖിലാബിനെ. ഫുറൈസിന്റെ ലൈസൻസ് റദ്ദു ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പിന് റിപ്പോർട്ട് നൽകി പോലീസ്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവ് മിഠായിയുമായി തൃശൂരിൽ യുവാവ് അറസ്റ്റിൽ. അറസ്റ്റിലായത് ഉത്തർപ്രദേശ് സ്വദേശി രാജു സോൻഗർ. ഇയാൾ പിടിയിലായത് ഒല്ലൂർ പോലീസും ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിൽ. ഇയാളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തത് 79 കഞ്ചാവ് മിഠായികൾ. സിംബാബ്വെക്കെതിരായ 2020 പരമ്പരയിൽ മുന്നിലെത്തി ഇന്ത്യ. 3ാം 2020-ൽ 23 റൺസിന്റെ വിജയം. 182 റൺസ് പിന്തുടർന്ന സിംബാബ്വെ നേടിയത് 6 വിക്കറ്റിന് 159 റൺസ്. 3 വിക്കറ്റ് നേടിയ വാഷിംഗ്ടൺ സുന്ദർ കളിയിലെ താരം. ഗില്ലിന് അർദ്ധ സെഞ്ചുറി. കോപ്പ അമേരിക്കയിൽ അർജന്റീന ഫൈനലിൽ. സെമിയിൽ കാനഡയെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 2 ഗോളിന്. അർജന്റീനയ്ക്കായി ഗോൾ നേടി മെസ്സിയും അൽവാരസും. നാളത്തെ യുറുഗ്വായ് കൊളംബിയ മത്സരങ്ങളിലെ വിജയിയെ ഫൈനലിൽ നേരിടും. അന്താരാഷ്ട്ര ഗോൾ വേട്ടക്കാരിൽ 2ാമനായി സൂപ്പർ താരം ലയണൽ മെസ്സി. മറികടന്നത് ഇറാൻ താരം അലി ദേയിയെ. മെസ്സിക്ക് മുന്നിൽ ഇനി റൊണാൾഡോ മാത്രം. അർജന്റീന ജേഴ്സിയിൽ മെസ്സി നേടിയത് 109 ഗോളുകൾ. യൂറോ കപ്പിൽ ഫൈനൽ ഉറപ്പിച്ച സ്പെയിൻ. സെമിയിൽ ഫ്രാൻസിനെ 1-2 ഗോളിന് തോൽപ്പിച്ചു. ഗോൾ നേടി യുവതാരം ലാമിൻ യമാലും ഒൾമോയും. ഫ്രാൻസിന്റെ തോൽവി 1 ഗോളിന് മുന്നിൽ നിന്ന ശേഷം. പെലെയുടെ റെക്കോർഡ് തിരുത്തി സ്പാനിഷ് യുവതാരം ലാമിൻ യമാൽ. മേജർ ടൂർണമെന്റിന്റെ സെമിയിൽ ഗോൾ നേടുന്ന പ്രായം കുറഞ്ഞ താരം. മറികടന്നത് 1958-ൽ പെലെ സ്ഥാപിച്ച റെക്കോർഡ്. യൂറോ സെമിയിലെ പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടവും 16-കാരൻ യമാലിന്. യൂറോ കപ്പ് ഫൈനലിൽ സ്പെയിനിന്റെ എതിരാളികൾ ആരാണ് എന്ന് ഇന്നറിയാം. 2ാം സെമിയിൽ ഇംഗ്ലണ്ടും നെതർലാൻഡ്സും നേർക്കുനേർ. മത്സരം ഇന്ന് രാത്രി 12:30.
ഇന്ത്യൻ ടീം സഹപരിശീലകനാകാൻ മുൻ ഓൾറൗണ്ടർ അഭിഷേക് നായർ. താരത്തെ പരിശീലക സംഘത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ഗൗതം ഗംഭീർ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലെ പ്രകടനം മികച്ചതെന്നും ഇന്ത്യൻ കോച്ച്. സച്ചിൻ ടെണ്ടുൽക്കറാണ് താൻ നേരിട്ട ഏറ്റവും മികച്ച ബാറ്ററെന്ന് ഇംഗ്ലണ്ട് പേസർ ജെയിംസ് ആൻഡേഴ്സൺ. മഗ്രായും ഡെയിൽ സ്റ്റെയിനും ഏറ്റവും മികച്ച ബൌളർമാരെന്നും ജിമ്മി. പ്രതികരണം അവസാന ടെസ്റ്റിനിറങ്ങും മുമ്പ്. 39 ടെസ്റ്റിൽ ആൻഡേഴ്സൺ സച്ചിനെ പുറത്താക്കിയത് 9 തവണ. BCCI പാരിതോഷികമായി പ്രഖ്യാപിച്ച അധിക തുക വേണ്ടെന്ന് വെച്ച് ഇന്ത്യൻ ടീം മുൻ പരിശീലകൻ രാഹുൽ ദ്രാവിഡ. സഹകോച്ചുമാർക്ക് നൽകുന്ന തുക നൽകിയാൽ മതിയെന്ന് BCCI രാഹുൽ അറിയിച്ചു. ലോകകപ്പ് വിജയത്തിന് പിന്നാലെ BCCI പ്രഖ്യാപിച്ചത് 5 കോടി രൂപ സമ്മാനത്തുക. വിംബിൾട്ടൺ ടെന്നീസിൽ നൊവാക് ജോക്കോവിച്ച് സെമിയിൽ. എതിരാളി ഓസ്ട്രേലിയൻ താരം അലക്സ് പരിക്കേറ്റ് പിന്മാറിയതോടെ വാക്കോവർ. മുസേറ്റി ഫ്രിറ്റ്സ് മത്സര വിജയിയെ ജോക്കോവിച്ച് സെമിയിൽ നേരിടും. ഇടുക്കി പൂപ്പാറയിൽ ചെമ്പലായിൽ വീട്ടിൽ ലഹരിവേട്ട. മൊബൈൽ ചാർജറിലും വീടിന്റെ വയറിങ്ങിനുള്ളിലും ഒളിപ്പിച്ച നിലയിൽ MDMA-യും കുപ്പിയിലാക്കി മണ്ണിൽ കുഴിച്ചിട്ട ഹാഷിഷ് ഓയിലും പിടികൂടി. എറണാകുളം വൈപ്പിൻ സ്വദേശികളായ 5 യുവാക്കളെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. ആട് വളർത്തൽ ഫാം തുടങ്ങാനെന്ന പേരിൽ യുവാക്കൾ പൂപ്പാറയിലെ വീട് വാടകയ്ക്കെടുത്തത് 4 ദിവസം മുമ്പ്. ആലുവ എടയപ്പുറത്ത് 8 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞ പെൺകുട്ടി. ക്രിസ്റ്റൽ രാജിനെ തിരിച്ചറിഞ്ഞത് പോക്സോ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ. കുട്ടിയുടെ ക്രോസ് എക്സാമിനേഷനും പൂർത്തിയായി. കേസിലെ 3ഉം 5ഉം സാക്ഷികളെ വിസ്തരിച്ചു. 9 മുതൽ 15 വരെ സാക്ഷികളെ വിസ്തരിക്കുന്നതിനായി കേസ് 12-ാം തീയതിയിലേക്ക് മാറ്റി. തൊടുപുഴ നഗരസഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളം. കൈക്കൂലി കേസിൽ പ്രതിയായ നഗരസഭാ ചെയർമാനെ പുറത്താക്കണമെന്ന ആവശ്യം. UDF കൗൺസിലർമാർ മുദ്രാവാക്യം മുഴക്കി. മുതലപ്പുഴയിൽ വീണ്ടും അപകടം. ശക്തമായ തിരയിൽപ്പെട്ട് മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 4 പേരെയും രക്ഷപ്പെടുത്തി മത്സ്യത്തൊഴിലാളികൾ. അപകടം മത്സ്യബന്ധനം കഴിഞ്ഞു മടങ്ങവേ. എറണാകുളം കുണ്ടന്നൂരിൽ സ്കൂൾ ബസിന് തീപിടിച്ചു. അപകടം സ്കൂളിലേക്ക് കുട്ടികളെ എടുക്കാൻ പോകുന്നതിനിടെ. വാഹനം മുഴുവനായി കത്തിനശിച്ചു. ആർക്കും പരിക്കില്ല. തീപിടിച്ചത് തേവര SH സ്കൂളിലെ ബസിന്. എറണാകുളം മലയാറ്റൂർ ഇല്ലിത്തോട് വന്യമൃഗ ഭീഷണിക്കെതിരെ നാട്ടുകാർ നടത്തിയ പ്രതിഷേധം അവസാനിച്ചു. പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചത് സബ് കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടായതിനെ തുടർന്ന്. ഇന്ന് പുലർച്ചെ പ്രദേശത്തെ കിണറ്റിൽ വീണ കുട്ടയാനെ അമ്മയാന രക്ഷപ്പെടുത്തിയിരുന്നു. തുടർന്ന് പ്രദേശത്ത് രൂക്ഷമായ ആനശല്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. പത്തനംതിട്ട ചിറ്റാർ സീതത്തോട് മൂന്നുകലിൽ വീണ്ടും കാട്ടാനശല്യം. വന്യജീവി ആക്രമണത്തിനെതിരെ പ്രതിഷേധിക്കാനൊരുങ്ങി ചിറ്റാർ 86 പള്ളിപ്പടിയിലെ നിവാസികൾ. തീരുമാനം വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ. ഇന്ന് പുലർച്ചെ ചിറ്റാർ സ്വദേശി ഷൈജുവിന്റെ വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ ആന ഇറങ്ങിയതിനെ തുടർന്നാണ് പ്രദേശവാസികൾ സംഘടിച്ചത്. കോഴിക്കോട് കൊയിലാണ്ടിയിലെ അപ്പാർട്ട്മെന്റിൽ നിന്നും മോഷ്ടിച്ച 2 ബൈക്കുകളുമായി 3 പേർ പിടിയിൽ. പിടിയിലായത് കോഴിക്കോട് കലായി സ്വദേശി ഷിഹാൻ, ചേളന്നൂർ സ്വദേശി സായൂജ്, മാങ്കാവ് സ്വദേശി പ്രവീൺ എന്നിവർ. പിടിയിലായത് ബാലുശ്ശേരി പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടെ. പ്രതികളിൽ നിന്ന് കഞ്ചാവും പിടിച്ചെടുത്തതായി പോലീസ്. പ്രതികളെ കൊയിലാണ്ടി പോലീസിന് കൈമാറി. ഓർത്തഡോക്സ് സഭ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ അസിസ്റ്റന്റ് മെത്രാപൊലീത്തയായി സഖറിയ മാർ സെവേറിയോസ് മെത്രാപൊലീത്തയെ നിയമിച്ചു. ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവയാണ് കൽപ്പനയിലൂടെ നിയമിച്ചത്. ജൂലൈ 15 മുതൽ കൽപ്പന നിലവിൽ വരും. നിലവിൽ ഇടുക്കി മെത്രാപൊലീത്ത കൂടിയാണ് സഖറിയ മാർ സെവേറിയോസ്. കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തി പ്രദേശത്തെ റോഡിന്റെ പണികൾ മുടങ്ങിക്കിടക്കുന്നതിൽ പ്രതിഷേധം. മാങ്കാട്, കലഞ്ഞൂർ UDF മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥ.
പ്രതിഷേധം റോഡിന്റെ പണി തുടങ്ങി 5.5 വർഷം പിന്നിട്ടിട്ടും പൂർത്തിയാക്കാത്തതിൽ. ജാഥയുടെ ഉദ്ഘാടനം CR നജീബും സമാപന സമ്മേളനം പത്തനംതിട്ട DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിലും ഉദ്ഘാടനം ചെയ്തു. പെരിയാറിലേക്ക് മലിനജലം ഒഴുക്കിയ സംഭവത്തിൽ പരിശോധന നടത്തിയ 3-അംഗ കമ്മിറ്റി. പാതാളം റെഗുലേറ്റർ ബ്രിഡ്ജിന്റെ മേൽത്തട്ടിലുള്ള കമ്പനികളിൽ നടത്തിയ പരിശോധനയിലും നിയമലംഘനങ്ങൾ കണ്ടെത്തി. പരിശോധന നടത്തിയത് ഹൈക്കോടതി നിയോഗിച്ച കമ്മിറ്റി. മാലിന്യം തള്ളിയതിന് IPC 269, 277 വകുപ്പുകൾ ചുമത്തി CG ലൂബ്രിക്കൻസിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. കാസർഗോഡ് കോൺഗ്രസിൽ വിമതയോഗം വിളിക്കാൻ നീക്കം. യോഗം ചേരുന്നത് അച്ചടക്ക നടപടി നേരിട്ട മുൻ KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയുടെ നേതൃത്വത്തിൽ. സംസ്ഥാന നേതൃത്വവുമായി പിണങ്ങി നിൽക്കുന്നവരെ കണ്ട് പിന്തുണ ഉറപ്പാക്കാൻ ബാലകൃഷ്ണൻ പെരിയ. ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ ഒപ്പം നിർത്തി വിമത നീക്കം പൊളിക്കാനുള്ള ശ്രമത്തിൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വം. തൃശൂർ മുളങ്കുന്നത്തുകാവ് തീപിടുത്തത്തിൽ ഇന്ന് വിശദമായ പരിശോധന നടത്തി. അപകടത്തിൽ ജീവൻ നഷ്ടമായി പാലക്കാട് സ്വദേശി ലിബിൻ. തീ നിയന്ത്രണ വിധേയമാക്കിയത് 7 ഫയർഫോഴ്സ് യൂണിറ്റുകളുടെ സഹായത്തോടെ. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മലപ്പുറത്ത് 1200 കോടി രൂപയുടെ മോറിസ് കോയിൻ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ്. 3 പ്രതികൾ പിടിയിൽ. അറസ്റ്റിലായത് പൂക്കോട്ടുംപാടം കരുളായി സ്വദേശി സക്കീർ ഹുസൈൻ, തിരൂർ പടിഞ്ഞാറേക്കര സ്വദേശി ദിറാർ, പെരിന്തൽമണ്ണ കളരിക്കൽ വീട്ടിൽ ശ്രീകുമാർ എന്നിവർ. പ്രധാന പ്രതി പൂക്കോട്ടുംപാടം തോട്ടക്കര നിഷാദ് വിദേശത്തൊളിവിൽ. തട്ടിപ്പുകാരെ പിടികൂടിയത് ജില്ലാ ക്രൈംബ്രാഞ്ച് യൂണിറ്റ്. കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് സൈബർ തട്ടിപ്പിന് നേതൃത്വം നൽകിയ മലയാളികൾക്കായി അന്വേഷണം ആരംഭിച്ച് പോലീസ്. അന്വേഷണം 25ഓളം പേരെ കേന്ദ്രീകരിച്ച്. കൊല്ലം റൂറൽ പരിധിയിൽ നിന്ന് മാത്രം നഷ്ടമായത് 13.5 കോടിയിലധികം രൂപ. തട്ടിപ്പ് നടന്നത് സോഷ്യൽ മീഡിയ ലോൺ ആപ്പുകൾ വഴി വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയെടുത്ത്. ഇതുവരെ രജിസ്റ്റർ ചെയ്ത 59 കേസുകളിലും അന്വേഷണം നടക്കുന്നതായി ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു. കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റ് അപകടാവസ്ഥയിൽ. ഫ്ളാറ്റിന്റെ ദുരവസ്ഥയിൽ നിരവധി തവണ കോർപ്പറേഷന് പരാതി നൽകിയ കുടുംബങ്ങൾ. എന്നാൽ നടപടിക്ക് പകരം പരിഹാസം നിറഞ്ഞ കുറ്റപ്പെടുത്തൽ മേയറിൽ നിന്നുണ്ടായതായി മത്സ്യത്തൊഴിലാളികൾ. 2 ഫ്ളാറ്റുകളിലായി താമസിക്കുന്നത് 24 കുടുംബങ്ങൾ. അരവിന്ദ് കെജ്രിവാളിന് വിചാരണ കോടതി നൽകിയ ജാമ്യം റദ്ദാക്കണമെന്ന EDയുടെ ഹർജി ഡൽഹി ഹൈക്കോടതി ജൂലൈ 15-ന് പരിഗണിക്കും. നടപടി EDയുടെ അഭ്യർത്ഥന മാനിച്ച്. കെജ്രിവാൾ നൽകിയ മറുപടിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുവാൻ കൂടുതൽ സാവകാശം വേണമെന്ന് ED. അരവിന്ദ് കെജ്രിവാൾ നിലവിൽ തിഹാർ ജയിലിൽ. കത്വ ഭീകരാക്രമണം വിലയിരുത്തി പ്രധാനമന്ത്രി. റഷ്യ സന്ദർശനത്തിനിടെ യോഗം ചേർന്നു. അതിർത്തിക്കിപ്പുറത്ത് നിന്ന് ഭീകരരെ സഹായിക്കുന്ന കേന്ദ്രങ്ങൾ കണ്ടെത്തണമെന്ന നിർദ്ദേശം. ഭീകരർക്കായി തിരച്ചിൽ ഊർജിതം. അന്വേഷണം NIA ഏറ്റെടുത്തേക്കും. കത്വ ഭീകരാക്രമണത്തിൽ 8 പേരെ കസ്റ്റഡിയിലെടുത്ത പോലീസ്. ആക്രമണത്തിൽ പങ്കുണ്ട് എന്ന് സംശയിക്കുന്ന 8 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 8 പേരെ ചോദ്യം ചെയ്യുന്നതും സാങ്കേതിക തെളിവുകളുടെ അടിസ്ഥാനത്തിലെന്നും പോലീസ്. പ്രദേശത്ത് തീവ്രവാദികൾക്കായുള്ള തിരച്ചിൽ ഊർജിതം. കഴിഞ്ഞ 32 മാസത്തിനിടെ ജമ്മുവിൽ കൊല്ലപ്പെട്ടത് 44 സൈനികർ. ആഗ്ര ലക്നൌ എക്സ്പ്രസ് ഹൈവേയിൽ സ്ലീപ്പർ ബസ് കണ്ടെയ്നറിൽ ഇടിച്ച് അപകടം. ഇടിയുടെ ആഘാതത്തിൽ ബസ് മറിഞ്ഞ് 3 സ്ത്രീകളും 1 കുട്ടിയും ഉൾപ്പെടെ 18 പേർ മരിച്ചു. 30 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് ബീഹാറിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയ ബസ്. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുൻ രാജ്യസഭാ അധ്യക്ഷൻ ഹമീദ് അൻസാരിയെ അവഹേളിച്ചെന്ന് ആരോപണം.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി കോൺഗ്രസ്. ഈ ആരോപണം സഭാ ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ജയറാം രമേശ് നൽകിയ നോട്ടീസിൽ മോദിക്കെതിരെ നടപടി വേണമെന്നും ആവശ്യം. 2014 നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി നൽകവേ രാജ്യസഭാ അധ്യക്ഷന് പ്രതിപക്ഷത്തോടായിരുന്നു ചായ്വ് എന്നായിരുന്നു മോദിയുടെ പരാമർശം. കൊങ്കൺ വഴിയുള്ള തീവണ്ടി ഗതാഗതത്തിൽ നിയന്ത്രണം ഗോവയിലെ പെർണം തുരങ്കത്തിലെ വെള്ളച്ചോർച്ചയെ തുടർന്ന്. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ്, നാഗർകോവിൽ ഗാന്ധിധാം എക്സ്പ്രസ്, എറണാകുളം നിസാമുദ്ദീൻ എക്സ്പ്രസ്, തിരുവനന്തപുരം സെൻട്രൽ ലോക്മാന്യ തിലക് എക്സ്പ്രസ്, നിസാമുദ്ദീൻ എറണാകുളം എക്സ്പ്രസ് എന്നിവ വഴിതിരിച്ചുവിടും. ബദ്രിനാഥ് ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ, ഗതാഗതം തടസ്സപ്പെട്ടത് മണിക്കൂറുകളോളം. ഉത്തരാഖണ്ഡിൽ മഴ കനക്കുന്നു. ഉത്തരാഖണ്ഡിന്റെ പല മലനിരകളിലും കനത്ത മഴയിൽ ഉരുൾപൊട്ടൽ. ചമ്പാവത്, ഉദ്ധം സിംഗ് ജില്ലകളിലെ നിരവധി ഗ്രാമങ്ങൾ വെള്ളക്കെട്ടിൽ. സ്വകാര്യ കാറിൽ ബീക്കൺ ലൈറ്റ് ഉപയോഗിച്ചതിന് IAS ട്രെയിനിയെ സ്ഥലം മാറ്റി മഹാരാഷ്ട്ര സർക്കാർ. നടപടി മഹാരാഷ്ട്ര സർക്കാർ പ്രൊബേഷണറി IAS ഓഫീസർ ഡോക്ടർ പൂജ ഖേത്കറിനെതിരെ അധികാര ദുർവിനിയോഗം ആരോപിച്ച സ്വകാര്യ കാറിൽ ബീക്കൺ ലൈറ്റും VIP നമ്പർ പ്ലേറ്റും മഹാരാഷ്ട്ര സർക്കാർ എന്ന ബോർഡും പൂജ ഖേത്കർ ഉപയോഗിച്ചതായും റിപ്പോർട്ട്. താമസ സൗകര്യം, മതിയായ ജീവനക്കാരുള്ള ഔദ്യോഗിക ചേംബർ, ഒരു കോൺസ്റ്റബിൾ എന്നിവ പൂജ ഖേത്കർ ആവശ്യപ്പെട്ടതായും പരാതിയിൽ. 4 വയസ്സുകാരനായ പേരക്കുട്ടിയെ മകനും മരുമകളും അടിച്ചതിൽ ദേഷ്യപ്പെട്ട് മകന് നേരെ വെടിയുതിർത്ത് മുൻ സൈനികൻ. കൊലപാതക ശ്രമം, ആയുധ നിയമലംഘനം എന്നീ കുറ്റങ്ങൾ ചുമത്തി നാഗ്പൂരിലെ 68-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മകനെ വെടിവെച്ചത് പേരക്കുട്ടിയെ മകനും മരുമകളും അടിച്ചതുമായി ബന്ധപ്പെട്ട തർക്കം മൂർച്ഛിച്ചപ്പോൾ. മകന്റെ കാലിൽ പതിച്ച ബുള്ളറ്റ് നീക്കം ചെയ്തതായി അധികൃതർ. തെലങ്കാന മേദക് ജില്ലയിലെ സർക്കാർ ഹോസ്റ്റലിലെ പ്രഭാത ഭക്ഷണത്തിൽ പല്ലിയെ കണ്ടെത്തിയതായി വിദ്യാർത്ഥികൾ. ഭക്ഷണം കഴിച്ചതിനു ശേഷം ഛർദി, വയറിളക്കം തുടങ്ങിയവ അനുഭവപ്പെട്ടതോടെ വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടി. രാമയംപേട്ട TG മോഡൽ സ്കൂളിലെ പാചകക്കാരനും സഹായിക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ. ഭക്ഷണം തയ്യാറാക്കുന്നതിനിടെ അബദ്ധത്തിൽ പല്ലി വീണതാകാമെന്ന് പ്രാഥമിക റിപ്പോർട്ട്. അണുബാധയുടെ കാരണം സ്ഥിരീകരിക്കാൻ സാമ്പിളുകൾ ശേഖരിച്ച് ആരോഗ്യ ഉദ്യോഗസ്ഥർ. തെലങ്കാന സുൽത്താൻപൂർ JNTU ഹോസ്റ്റൽ ക്യാന്റീനിലെ ചട്നിയിൽ എലി. ചട്നിയിൽ ജീവനുള്ള എലി നീന്തുന്നത് വീഡിയോയിൽ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികൾ ബോധപൂർവം എലിയെ ചട്നിയിൽ ഇട്ടതാണെന്ന് കോളേജ് പ്രിൻസിപ്പൽ G നരസിംഹ. അന്വേഷണത്തിന് ഉത്തരവിട്ട് സംസ്ഥാന സർക്കാർ. വിഷയം അന്വേഷിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥരോട് ഉത്തരവിട്ട് ആരോഗ്യമന്ത്രി ദാമോദര രാജ നരസിംഹ. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ കരാർ ഏജൻസികളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യണമെന്നും മന്ത്രി. അരവിന്ദ് പനഗരിയയുടെ നേതൃത്വത്തിലുള്ള 16ാം ധനകാര്യ കമ്മീഷന്റെ സഹായത്തിനായി 5-അംഗ ഉപദേശക സമിതിയെ നിയമിച്ചു. ഉപദേശക സമിതിയിൽ സാമ്പത്തിക വിദഗ്ധരായ പൂനം ഗുപ്ത, DK ശ്രീവാസ്തവ, നീലകണ്ഠ് മിശ്ര, പ്രഞ്ചുൽ ഭണ്ഡാരി, രാഹുൽ ബജോറിയ എന്നിവർ. നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് ഇക്കോണമിക് റിസർച്ച് ഡയറക്ടർ ജനറലും പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗവുമായ പൂനം ഗുപ്തയാണ് പാനലിന്റെ കൺവീനർ. മുംബൈ BMW കാർ അപകടത്തിലെ പ്രതി മിഹിർ ഷാ അറസ്റ്റിൽ. പ്രതിയെ ജൂലൈ 16 വരെ കസ്റ്റഡിയിൽ വിട്ടു. മിഹിറിനൊപ്പം ഒളിവിൽ പോയ അമ്മയും സഹോദരിമാരും അറസ്റ്റിൽ. പിടിയിലാവാതിരിക്കാൻ രൂപമാറ്റം വരുത്തി ഒളിവിൽ താമസിക്കുകയായിരുന്നു മിഹിർ. അപകടത്തിന് മുമ്പ് മിഹിർ മദ്യം കഴിച്ച ജുഹുവിലെ ബാർ ബുൾഡോസർ കൊണ്ട് ആക്രമിച്ചു BMC. പിതാവ് രാജേഷ് ഷാ ശിവസേനയിൽ നിന്നും പുറത്ത്.
നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാരും NTA-യും സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. ചോദ്യപേപ്പറിന്റെ അച്ചടിയും വിതരണവും ലോക്കറിൽ സൂക്ഷിച്ചതടക്കമുള്ള വിശദാംശങ്ങൾ അറിയിക്കണമെന്ന് നിർദ്ദേശം. സിടെക് പരീക്ഷാ തട്ടിപ്പിൽ ബീഹാറിൽ 31 പേർ പിടിയിൽ. അറസ്റ്റ് ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതിയത് കണ്ടെത്തിയതിനെ തുടർന്ന്. സ്വവർഗ വിവാഹ വിധി പുനഃപരിശോധിക്കണമെന്ന ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും പിന്മാറി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ഹർജികൾ പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച്. സ്വവർഗാനുരാഗികളുടെ നിയമപരമായ അംഗീകാരം പുനഃപരിശോധിക്കണമെന്നും ആവശ്യവുമായി സുപ്രീം കോടതിയിലുള്ളത് 13 ഹർജികളാണ്. തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്ന ആവശ്യം കോടതി കഴിഞ്ഞ ദിവസം നിരസിച്ചിരുന്നു. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കണമെന്ന ആവശ്യം കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് സുപ്രീം കോടതി തള്ളിയത്. CBIയെ കേന്ദ്രം ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണത്തിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി. ബംഗാൾ സർക്കാരിന്റെ ഹർജി നിലനിൽക്കുമെന്ന് സുപ്രീം കോടതി. ഹർജി 2021 തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റു കേസുകളിലും സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ CBI കേസെടുക്കുന്നതിനാൽ കേന്ദ്രവുമായോ മറ്റേതെങ്കിലും സംസ്ഥാനവുമായോ തർക്കമുണ്ടായാൽ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ സർക്കാരിന് അവകാശമുണ്ടെന്നും ഹർജിയിൽ. ശംഭു അതിർത്തി തുറക്കാൻ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ നിർദ്ദേശം. സ്ഥിരമായി ഒരു ദേശീയപാത അടച്ചിടാനാവില്ലെന്നും യാത്രക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടെന്നും കോടതി. ഹരിയാനയിലേക്ക് കടക്കുന്നതിൽ നിന്ന് കർഷകരെ തടയാനാവില്ല. പോലീസ് യൂണിഫോമിലുള്ളവരെ ഭയപ്പെടുത്തി ഓടിക്കാൻ കഴിയില്ലെന്നും നിയമം പാലിക്കണമെന്നും കർഷക സംഘടനകളോടും കോടതി. ഹരിയാന സർക്കാർ അതിർത്തി അടച്ചത് കർഷക പ്രതിഷേധത്തെ തുടർന്ന്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബോളിവുഡ് നടി ജാക്വലിൻ ഫെർണാണ്ടസിന് വീണ്ടും EDയുടെ നോട്ടീസ്. ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ED സമൻസ് അയച്ചു. ചോദ്യം ചെയ്യൽ സുകേഷ് ചന്ദ്രശേഖർ ഉൾപ്പെട്ട 200 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഉന്നത വ്യക്തികളെ വഞ്ചിച്ച് 200 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നും സുകേഷ് ചന്ദ്രശേഖർ ജാക്വലിനായി ഈ പണം ഉപയോഗിച്ചിട്ടുണ്ട് എന്നും ED. ഇന്ത്യൻ സ്വാതന്ത്ര്യദിന സ്മരണയ്ക്കായി ന്യൂയോർക്കിൽ രാം മന്ദിർ ടാബ്ലോ അവതരിപ്പിക്കുമെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അസോസിയേഷൻസ്. ടാബ്ലോ അവതരിപ്പിക്കുക ഓഗസ്റ്റ് 18 നടക്കുന്ന ഇന്ത്യാ ദിന പരേഡിൽ. ടാബ്ലോയ്ക്ക് 18 അടി നീളവും 9 അടി വീതിയും 8 അടി ഉയരവും. പരേഡിൽ ഇന്ത്യൻ ടെലിവിഷൻ താരം പങ്കജ് ത്രിപാഠി അതിഥിയാകും. മോദിയുടെ റഷ്യൻ സന്ദർശനത്തെക്കുറിച്ച് പ്രതികരിച്ച് യുക്രൈൻ പ്രസിഡന്റ്. മോദിയുടെ സന്ദർശനം നിരാശാജനകമെന്ന് സെലൻസ്കി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ നേതാവ് ഏറ്റവും രക്തരൂക്ഷിതമായ കുറ്റവാളിയെ കെട്ടിപ്പിടിക്കുന്നത് സമാധാന ശ്രമങ്ങൾക്ക് വിനാശകരമാണെന്നും സെലൻസ്കി രൂക്ഷ വിമർശനം എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ. തീവ്രവാദ പ്രവർത്തനമെന്ന ആരോപണം അലക്സി നവാൽനിയുടെ ഭാര്യ യൂലിയ നവാൽനിയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ട് റഷ്യൻ കോടതി. യൂലിയയ്ക്കെതിരായ കുറ്റങ്ങൾ റഷ്യൻ അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. അലക്സി നവാൽനി കൊല്ലപ്പെട്ടത് തീവ്രവാദ ആരോപണങ്ങളിൽ 19 വർഷത്തെ തടവ് അനുഭവിക്കുന്നതിനിടെ വിഷബാധയേറ്റ്. അലക്സിയുടെ മരണത്തിൽ പുതിനെ കുറ്റപ്പെടുത്തിയ യൂലിയ തന്റെ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് പ്രസ്താവിച്ചിരുന്നു. സൗദിയിലെ ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് അനുവദിച്ച 25% ഇളവ് 30 ദിവസത്തിനകം അവസാനിക്കും. കാലാവധിക്ക് ശേഷം പിഴ ഒടുക്കാത്തവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കലുകൾ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. ഈ വർഷം ഏപ്രിൽ 18 വരെയുള്ള ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് 50%വും അതിനുശേഷമുള്ള നിയമലംഘനങ്ങൾക്ക് 25% ഇളവും ട്രാഫിക് വിഭാഗം പ്രഖ്യാപിച്ചിരുന്നു. മുച്ചൂഷിഷ് കൊടുമുടി കീഴടക്കി ചെക്ക് യുവാക്കൾ. കീഴടക്കിയത് കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഡെനിഖക്, റാഡോസ്ലാവ് ഗ്രോഫ്, ജെറോസ്ലാവ് ബാൻസ്കി എന്നിവരാണ് കൊടുമുടി കീഴടക്കിയത്. ജൂലൈ 1 തുടങ്ങിയ പ്രയാണം അവസാനിച്ചത് ജൂലൈ 5.
KPCC പ്രസിഡന്റ് സ്ഥാനത്തിന് ആഗ്രഹം പ്രകടിപ്പിച്ച് കൊടിക്കുന്നിൽ സുരേഷ്. തന്നെ പരിഗണിച്ചാൽ സന്തോഷമെന്നും എല്ലാം തീരുമാനിക്കേണ്ടത് പാർട്ടിയെന്നും കൊടിക്കുന്നിൽ. ടൂറിസം മേഖലയിൽ ശ്രദ്ധേയമായ നേട്ടവുമായി ഒമാൻ. ജനുവരി മുതൽ ഏപ്രിൽ വരെ ഒമാനിലെത്തിയത് 1.5 ദശലക്ഷത്തിലധികം സന്ദർശകർ. 3 5-സ്റ്റാർ ഹോട്ടലുകളിൽ താമസിക്കുന്ന അതിഥികളുടെ എണ്ണത്തിൽ 14.9% വർധന. ടൂറിസം മേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംരംഭങ്ങളാണ് ഈ വളർച്ചയ്ക്ക് കാരണമെന്ന് ഖത്തർ ടൂറിസം മന്ത്രാലയം. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ നിലവിൽ വന്ന നീണ്ട 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഐഫോണിൽ 2 ഫീച്ചറുകൾ അവതരിപ്പിച്ച് ഗൂഗിൾ മാപ്പ്. അവതരിപ്പിച്ചിരിക്കുന്നത് സ്പീഡോമീറ്റർ, സ്പീഡ് ലിമിറ്റ്സ് ഫീച്ചറുകൾ. സ്പീഡ് ലിമിറ്റ് ലംഘനങ്ങൾ ഒഴിവാക്കാൻ ഗൂഗിൾ മാപ്പ് ഫീച്ചറുകൾ ഇനി സഹായിക്കും. ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ ഇന്ത്യ അടക്കമുള്ള 40-ലധികം രാജ്യങ്ങളിൽ ഫീച്ചറുകൾ പ്രാബല്യത്തിൽ വന്നത് 2019. എയർടെലിന് പിന്നാലെ 20 കോടി എക്സ് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ഹാക്കർമാർ ചോർത്തിയെന്ന് മണി കൺട്രോളിന്റെ റിപ്പോർട്ട്. ചോർത്തപ്പെട്ട ഡേറ്റകളിൽ ഇമെയിൽ അഡ്രസ്സും പേരുകളും അക്കൗണ്ട് വിവരങ്ങളും. വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത് കുപ്രസിദ്ധമായ ഹാക്കിംഗ് ഫോറത്തിലെ 10 ഫയലുകളിലായി. ഇവ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണെന്നും സൈബർ പ്രസ് വിദഗ്ധരുടെ കണ്ടെത്തൽ. എയർ ഇന്ത്യയുടെ ആദ്യ നാരോ ബോഡി എയർക്രാഫ്റ്റായ എയർബസ് A320 നിയോയെ സ്വാഗതം ചെയ്ത കമ്പനി. 8 ആഡംബര ബിസിനസ് ക്ലാസ് സീറ്റുകൾ, ലെഗ് റൂമോട് കൂടിയ 24 പ്രീമിയം ഇക്കോണമി സീറ്റുകൾ, 132 ഇക്കോണമി ക്ലാസ് സീറ്റുകൾ എന്നിങ്ങനെ 3 ക്ലാസ് ഉണ്ടായിരിക്കുമെന്ന് കമ്പനി. ഹ്രസ്വദൂര സർവീസ് നടത്തുന്ന ഈ ആഭ്യന്തര വിമാനം ഓഗസ്റ്റിൽ സർവീസ് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സാംസങ് ഗാലക്സി അൺപാക്ഡ് ഇവന്റ് 2024 ഇന്ന് തുടക്കം. ഇവന്റിന്റെ പ്രധാന ആകർഷണം അടുത്ത ജനറേഷനിലെ ഫോൾഡബിൾ സ്മാർട്ട് ഫോണുകൾ. ഗാലക്സി Z Fold 6, ഗാലക്സി Z Flip 6 സ്മാർട്ട് ഫോണുകൾ ഇന്ന് അവതരിപ്പിക്കും. ഇവന്റിൽ ഗാലക്സി വാച്ച് 7 സീരീസ്, ബഡ്സ് 3 എന്നിവയുടെ അവതരണവും ഉണ്ടാകും. വലിയ ആകാംക്ഷ സൃഷ്ടിക്കുന്ന ഗാലക്സി റിംഗ് പുറത്തിറങ്ങുമെന്നും സൂചന. ജീപ്പിന്റെ റാംഗ്ലർ റൂബിക്കോൺ സ്വന്തമാക്കി ബോളിവുഡ് താരം ഋത്തിക് റോഷൻ. ഫേസ് ലിഫ്റ്റഡ് മോഡലിന്റെ വില ആരംഭിക്കുന്നത് 67.65 ലക്ഷം രൂപ മുതൽ. റാംഗ്ലർ റൂബിക്കോൺ സ്വന്തമാക്കിയത് ഋത്തിക് അമേരിക്കൻ SUV നിർമ്മാതാക്കളായ ജീപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയതിന് പിന്നാലെ. സൂപ്പർ താരത്തെ ജീപ്പ് കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് കുറിച്ച് കമ്പനി. റെഡ്മി പാഡ് പ്രോ ഈ മാസം ഇന്ത്യൻ വിപണിയിലെത്തും. റെഡ്മി 13 5G പുറത്തിറക്കുന്ന വേളയിലാണ് പ്രഖ്യാപനം. ചൈനയിലെ സമാന ഫീച്ചറുകളുള്ള ടാബ്ലറ്റ് ആണോ ഇന്ത്യൻ വിപണിയിലേക്ക് വരിക എന്നത് വ്യക്തമല്ല. ഹൈപ്പർ OSൽ വരുന്ന ഏറ്റവും പുതിയ ടാബ്ലറ്റാണ് റെഡ്മി പാഡ് പ്രോ. TVS Apache RTR 160 റേസിംഗ് എഡിഷൻ പുറത്തിറക്കി. വില 1,28,720 രൂപ. ഇതോടെ TVSന്റെ ഏറ്റവും ചെലവേറിയ വേരിയന്റായ അപ്പാച്ചെ RTR 160 ബൈക്ക് ചെറിയ മാറ്റങ്ങളോടെ ഇന്ത്യയിൽ വിൽപ്പനയ്ക്കെത്തും.
ആക്ട് 5 എത്തുന്നു. യഥാർത്ഥ താരങ്ങളായ മൈക്ക് മിയേഴ്സ്, എഡി മർഫി, കാമറൂൺ ഡയസ് എന്നിവർ അണിനിരക്കും. തീരുമാനം അറിയിച്ച് ഡ്രീം വർക്ക്സ് അനിമേഷൻ. ചിത്രം 2026 ജൂലൈയിൽ. തിരക്കഥാകൃത്ത് SN സ്വാമി ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം സീക്രട്ട് ജൂലൈ 26 തിയേറ്ററുകളിൽ. കൊച്ചിയിൽ നടന്ന പ്രത്യേക പ്രദർശനത്തിന് ശേഷം നിർമ്മാതാവ് രാജേന്ദ്ര പ്രസാദാണ് റിലീസ് തീയതി പ്രഖ്യാപിച്ചത്. മോട്ടിവേഷണൽ ഡ്രാമ ജോണറിൽ ഒരുങ്ങുന്ന ചിത്രമാണ് സീക്രട്ട്. ധ്യാൻ ശ്രീനിവാസൻ, അപർണ ദാസ്, ജേക്കബ് ഗ്രിഗറി തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. ഇന്ത്യൻ 2 നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് മധുര ജില്ലാ കോടതിയിൽ ഹർജി സമർപ്പിച്ചത് മർമ്മകല അധ്യാപകനായ ആശാൻ രവീന്ദ്രൻ. സിനിമയിൽ തന്റെ വിദ്യകൾ അനുവാദമില്ലാതെ ഉപയോഗിച്ചുവെന്നാണ് പരാതിയിൽ പരാമർശിക്കുന്നത്. ജൂലൈ 12 ചിത്രം തിയേറ്ററുകളിലെത്താനിരിക്കെ കോടതി വാദം കേൾക്കുന്നത് ജൂലൈ 11 മാറ്റിയെന്ന് റിപ്പോർട്ട്. ഗൗതം വാസുദേവ് മേനോന്റെ ആദ്യ മലയാള സിനിമയിൽ നായകൻ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 6ാമത്തെ ചിത്രത്തിന്റെ പൂജ കൊച്ചിയിൽ നടന്നു. ചിത്രത്തിൽ സമാന്ത നായികയായി എത്തുമെന്ന് റിപ്പോർട്ട്. ലെന, ഗോകുൽ സുരേഷ്, വിജി വെങ്കടേഷ്, വഫ റഹ്മാൻ തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തും. വിക്രമിനെ നായകനാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന തങ്കലാന്റെ ട്രെയിലർ പുറത്ത്. ചിത്രം ഓഗസ്റ്റ് 15 തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ തിയേറ്ററുകളിലെത്തും. പാർവതി തിരുവോത്തും മാളവിക മോഹനനുമാണ് നായികമാർ. പശുപതി, ഹരികൃഷ്ണൻ അൻപുതുരൈ, പ്രീതി കരൺ, മുത്തുകുമാർ തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. GV പ്രകാശ് കുമാറാണ് സംഗീത സംവിധാനം. സിനിമാ ചിത്രീകരണത്തിനിടെ ബോളിവുഡ് താരം ഉർവശി റൌട്ടേലയ്ക്ക് പരിക്ക്. നടിയെ ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നന്ദമൂരി ബാലകൃഷ്ണ നായകനാവുന്ന പുതിയ ചിത്രത്തിലെ സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടെയായിരുന്നു അപകടം. നടിയുടെ എല്ലിന് പൊട്ടലുണ്ടെന്നും മികച്ച ചികിത്സയാണ് നൽകി വരുന്നതെന്നും അണിയറ പ്രവർത്തകർ. മണികണ്ഠൻ പട്ടാമ്പിയും സലിം ഹസനും ചേർന്ന് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന പഞ്ചായത്ത് ചിട്ടി 26 തിയേറ്ററിലെത്തും. സപ്തതരംഗ് ക്രിയേഷൻസും ഗോവിന്ദ് ഫിലിംസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. മണികണ്ഠൻ പട്ടാമ്പി, സലിം ഹസൻ, സലിം കുമാർ, നിയാസ് ബക്കർ, റിയാസ്, വിനോദ് കോവൂർ, രചന നാരായണൻകുട്ടി, സ്നേഹ ശ്രീകുമാർ, ഉണ്ണിരാജ തുടങ്ങിയവരാണ് പ്രധാന താരങ്ങൾ. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് രഞ്ജിൻ രാജാണ് ഈണം പകർന്നത്. ഇന്ത്യൻ 2 കേരള ലോഞ്ച് വേദിയിൽ അന്തരിച്ച നടൻ നെടുമുടി വേണുവിനെ അനുസ്മരിച്ച് കമൽഹാസൻ. തന്റെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രിയപ്പെട്ട നടനാണ് നെടുമുടിയെന്ന് കമൽഹാസൻ. ഇന്ന് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഇന്ത്യൻ 2 ഇറങ്ങിയ ശേഷം നെടുമുടി വേണു നമ്മുടെ കൂടെ എന്നും ഉണ്ടാകുമെന്ന് സംവിധായകൻ ശങ്കർ.